വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇനി ഞാൻ വന്നിട്ടുള്ള ഒരു വെറൈറ്റി ഐറ്റമായിട്ടാണ് പീനട്ട് ബട്ടറിൻ്റെ റെസിപ്പി. സോ നമുക്ക് അതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിനു മുമ്പ് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സോ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. നമുക്ക് റെസിപ്പി എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതിന് വെറും ഞാൻ 3 ഇൻഗ്രീഡിയൻസേ ഉപയോഗിക്കുന്നുള്ളൂ. കുറച്ച് വറുത്ത് വെച്ച കടല, കുറച്ച് തേന്, പിന്നെ കുറച്ച് സാൾട്ട്. ഈ 3 ഇൻഗ്രീഡിയൻസ് ആണ് ഞാൻ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ ഞാനൊരു ടവൽ എടുത്തിട്ടുണ്ട്. അത് ഞാനിപ്പോൾ ഈ ട്രേയിലേക്ക് ഒന്ന് വിരിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ ഈ വറുത്ത് വെച്ച കടല ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതിൻ്റെ തൊലിയെല്ലാം കളയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. എന്നിട്ട് ഇത് നമ്മൾ ഹാൻഡ് ഉപയോഗിച്ച് നന്നായി ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഇത് നന്നായി തൊലിയൊക്കെ കളഞ്ഞ് ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഒന്ന് മിക്സിയിലടിക്കാം. നമ്മൾ പീനട്ട് ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, നമ്മുടെ വീട്ടിലെ ഏറ്റവും ചെറിയ മിക്സർ ഗ്രൈൻഡർ ഉപയോഗിച്ച് ഉണ്ടാക്കുക. സോ ഫസ്റ്റ് നമുക്ക് ഈ കടലല്ലേ തൊലിയൊക്കെ കളഞ്ഞ് ക്ലീൻ ആക്കി വെച്ച കടല ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒന്ന് അഡ്ജസ്റ്റ് ആയി കിട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് അടിച്ചെടുക്കാം. ഇതിപ്പോൾ ഒന്ന് അഡ്ജസ്റ്റ് ആയി വന്നിട്ടുണ്ട്. നമുക്കിനി കുറച്ച് ഉപ്പിട്ടിട്ട് അടിച്ചെടുക്കാം. ഒരു നുള്ളി ഇട്ടാൽ മതിയേ. 30 സെക്കൻഡ് വീതം നമ്മൾ ഒരു 2-3 പ്രാവശ്യം ഇതൊന്ന് അടിച്ചെടുക്കുക. ഓക്കെ, ഇപ്പം നമ്മുടെ എല്ലാ കടയിലും നന്നായി നരഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഹണി എഴുതെടുക്കാം. ഈ ഒരു 3 പ്രാവശ്യം 30 സെക്കൻഡ് വീതം നമുക്ക് അടിച്ചെടുക്കാം. ഇനി നമ്മൾക്ക് ബാക്കിയുള്ള തേന് മൊത്തം ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടും ഒരു 5 പ്രാവശ്യം 30 സെക്കൻഡ് വീതം അടിച്ചെടുക്കുക. നമുക്ക് പീനട്ട് സെറ്റ് ആയെന്ന് നോക്കാം. നോക്കിയപ്പോൾ പീനട്ട് നല്ലോണം സെറ്റായി വന്നിട്ടുണ്ട്. ഇതിന് നമുക്ക് സെർവ് ചെയ്യാം. ഇപ്പോൾ നിങ്ങളിതൊന്ന് സ്റ്റോർ ചെയ്ത് വെക്കുകയാണെങ്കിൽ ഇതൊരു ടൈറ്റുള്ള കണ്ടെയ്നറിൽ നന്നായി സ്റ്റോർ ചെയ്ത് വെക്കാം. ഇതിൻ്റെ പീനട്ട് ഇപ്പോൾ സെറ്റായിട്ട് വന്നിട്ടുണ്ട്. അവസാനത്തെ ഗാർണിഷിങ് എല്ലാം കഴിഞ്ഞു. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യാം. നല്ല ടേസ്റ്റാണ്. ഉറപ്പായിട്ടും ഗുഡ് റിസൾട്ട് കിട്ടും. ഇനി ആരും പീനട്ട് ഷോപ്പിൽ നിന്ന് മേടിക്കണ്ട, എല്ലാവർക്കും വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ കഴിയുന്നതാണ്. ഇതൊരു ഹെൽത്തി ഫുഡ് കൂടിയാണ്. എൻ്റെ അനിയത്തിയുടെ ഒരു ഫേവറേറ്റ് ഐറ്റമാണ്. അവർക്ക് ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. ഇതെല്ലാവർക്കും ഒരു യൂസ്ഫുൾ വീഡിയോ എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ ബൈ.